സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൻ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൻ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 39 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു, മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്ക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവൻ ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ, ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ച കള്ളന്മാരും അവനെ നിന്ദിച്ചു. യേശു കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ പോലും എന്താണ്, മറ്റുള്ളവൻ അവനെ നിന്ദിക്കുകയാണ്. നിന്ദിക്കാൻ തന്നെയല്ല അവർ പറയുന്നത്, ഇവന് ദൈവത്തിൽ പ്രസാദമുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെന്താണ് ഇവൻ ക്രൂശിൽ കിടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നാട്ടുകാർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവൻ വലിയ പ്രാർത്ഥനക്കാരനാന്ന് പറഞ്ഞിട്ട്, ഇവൻ ഒത്തിരി പേരെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയെന്ന് പറഞ്ഞിട്ട്, ഇവൻ പ്രാർത്ഥിച്ചിട്ടെന്താ ഇവന്റെ രോഗം സൗഖ്യമാകാത്തത്? ഇവൻ പ്രാർത്ഥിച്ചിട്ടെന്താ ഇവന്റെ കൊച്ചിന്റെ കല്യാണം നടക്കാത്തത്? ഇവൻ പ്രാർത്ഥിച്ചിട്ടെന്താ ഈ കാര്യം നടക്കാത്തത്, ആ കാര്യം നടക്കാത്തത്? ദൈവത്തിന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇവനൊന്ന് പ്രാർത്ഥിച്ച് ആ കാര്യം ഒന്ന് നടത്തട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കാം. ഇതൊക്കെ നമ്മളൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്നറിയാമോ? നമ്മളും യേശുവിന്റെ ലെവലിലേക്ക് ഉയരുകയാണെന്ന്. നമ്മളും എന്ത് ചെയ്യാണ്? യേശുവിന്റെ ലെവലിലേക്ക് ഉയരുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൽ, അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, എൻ്റെ നിമിത്തം നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. ഇവിടെയല്ല. എവിടെയാണ്? സ്വർഗത്തിൽ. ഇവിടെ പ്രതിഫലമല്ല. ഇവിടെ ദൈവം നമുക്ക് കടന്നു ചെല്ലാനായിട്ട് വെച്ചിരിക്കുന്ന സിംഹാസനത്തിന്റെ പേരെന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണെന്നറിയാമോ? കൃപാസനം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒന്നും പ്രതിഫലമല്ല. ഇവിടെ കിട്ടുന്നതൊക്കെ എന്താണ്? കൃപ. അതുകൊണ്ട് തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവം നൽകുന്നതൊന്നും എന്തല്ല? പ്രതിഫലമല്ല. പ്രത്യുത എന്താണ്? കരുണയാണ്, കൃപയാണ്. പ്രതിഫലം നൽകുന്നതൊക്കെ അവിടെ ചെല്ലുമ്പോഴാണ്. ഇവിടെ നമുക്ക് കൃപ. നമുക്ക് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്ന, ഭൂമിയിൽ ആവശ്യമായിരിക്കുന്ന 2 കാര്യങ്ങളാണ്, കരുണയും കൃപയും. കരുണ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കഴിഞ്ഞകാല ജീവിതവുമായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ തന്നെ എനിക്ക് എന്ത് വേണം? കരുണ വേണം. എൻ്റെ പാസ്റ്റ് ലൈഫിന്, ഒരു പാസ്റ്റ് ലൈഫുമായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണമെങ്കിൽ തന്നെ എനിക്ക് എന്ത് വേണം? കരുണ വേണം. ഇന്ന് എനിക്ക് ജീവിക്കണമെങ്കിൽ കൃപയും വേണം. ഇത് 2ഉം കൂടെ തരുന്ന ദൈവസിംഹാസനമാണ് ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്നത് നമുക്ക് കയറി ചെല്ലാൻ, കൃപാസനം എന്ന് പറയുന്നത്. പക്ഷേ പ്രതിഫലമൊക്കെ തരുന്ന ദൈവാസനം എവിടെ വെച്ചിരിക്കുകയാണ്? അങ്ങ് സ്വർഗത്തിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ആരും പ്രതിഫലത്തിന് വേണ്ടി ചെല്ലരുത്. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഉപദ്രവം, ഇവിടെ കഷ്ടത, ഇവിടെ പ്രതിസന്ധി. പ്രതിഫലം എന്താണ്? അവിടെ ചെല്ലുമ്പോൾ എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ. നല്ല കാര്യമല്ല കളവായിട്ട് പറയുന്നത്. എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇതേ വേദഭാഗം ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലം വായിക്കുമ്പോൾ, ലൂക്ക് ചാപ്റ്റർ 6 അതിന്റെ ചാപ്റ്റർ 6 വേഴ്സ് 22 and 23 അവിടെ എഴുതിയിരിക്കുന്നത്, മനുഷ്യപുത്രൻ നിമിത്തവും മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. നോക്ക്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിച്ച് തുള്ളുവിൻ. പ്രിയമുള്ളവരെ, ഇതൊരു ചെറിയ കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കരുത്. ഇതാണ് ബിയാറ്റിറ്റ്യൂഡ്സിന്റെ പരമമായ കാര്യം. എന്ത്? നമ്മൾ ഭൂമിയുടെ ദർശനത്തിൽ ജീവിക്കുകയാണെങ്കിൽ തുള്ളാൻ പറ്റത്തില്ല. സ്വർഗത്തിന്റെ ദർശനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ പേര് വിടക്ക എന്ന് പറഞ്ഞ് ആളുകൾ തള്ളുമ്പോൾ, അവർ തള്ളുമ്പോൾ നമുക്ക് തുള്ളാൻ പറ്റത്തുള്ളൂ. അതിനെന്താ ആവശ്യമായിരിക്കുന്നത്?
ഭാവിയുടെ ഒരു ദർശനം. എന്ത് ഭാവിയുടെ ദർശനം? സ്വർഗത്തിന്റെ ഒരു ദർശനം. സ്വർഗത്തിൽ ഈ സമയത്ത് ഞാൻ കർത്താവിന് വേണ്ടി സഹിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും പ്രതിഫലം ഒരുക്കിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ്, നിത്യതയുടെ ഒരു ദർശനത്തിൽ നമ്മൾ ജീവിക്കണം. ഈ കാലയളവിൽ നിത്യതയുടെ ഒരു ദർശനത്തിലല്ല, ഭൂമിയുടെ ദർശനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്താണ് നമുക്ക് ഭയങ്കര കഷ്ടതയും, ആരെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, സഭായോധന വന്നു കഴിഞ്ഞാൽ എന്തൊരു കരച്ചിലാണെന്ന് അറിയത്തില്ലേ? പ്രിയമുള്ളവരെ, നിന്ന പഴി ദുഷി ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ വന്നിട്ട് ഭയങ്കര കരച്ചിലും കണ്ണീരൊഴുക്കുന്നോ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ പറയുന്നുണ്ടോ, ഓ ദൈവനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം എനിക്ക് കർത്താവ് വലിയൊരു ഭാഗ്യം തന്നു, ഹല്ലേലൂയ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് അപ്പോസ്തലന്മാർ ദൈവനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവരെന്ത് ചെയ്തു? സന്തോഷിച്ചു. പക്ഷെ നമ്മളെന്താണ്? പഴി ദുഷി. അപ്പോഴത്തേക്ക് വാക്കൊക്കെ അങ്ങ് മാറും, കരച്ചിലൊക്കെ വരും, കണ്ണിൽ കൂടെ കണ്ണീരൊക്കെ വരും, ഭയങ്കര പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ. കർത്താവിങ് വന്നാൽ മതിയായിരുന്നു, കർത്താവിങ് വന്നാൽ മതിയായിരുന്നു. കാര്യം ഇവിടെ ദുഷിയും പഴിയും ഒക്കെയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കാശ് കിട്ടാൻ വേണ്ടി ബോസിന്റെ ചീത്ത കൂടി കേൾക്കുമ്പോൾ കർത്താവ് വന്നാൽ മതി എന്ന് ആരും പറയുന്നില്ല. യോഗത്തിന് പോകുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കളിയാക്കുമ്പോഴാ കർത്താവിക്ക് വന്നാൽ മതിയായിരുന്നു. ബിയാറ്റിറ്റ്യൂഡ്സിന്റെ ആ അന്ത്യഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. ഭൂമിയിൽ നമ്മൾ കഷ്ടമനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഞാൻ യേശുവിനെ പോലെ ജീവിക്കാൻ എനിക്ക് കഴിയുന്ന, അല്ലെങ്കിൽ അതാണ് വാസ്തവത്തിൽ ദൈവം നൽകുന്നതായ ഒരു വലിയ പ്രതിഫലമായിട്ട് ഞാൻ കാണുകയാണ്. ഗ്രേറ്റ് ഈസ് യുവർ റിവാർഡ് ഇൻ ഹെവൻ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വളരെ വലുതാകുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:29, അവിടെ എഴുതിയിരിക്കുന്നത്, അത് ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ നമുക്ക് എന്ത് നൽകിയിരിക്കുന്നു? വരം. ഒരു ഗിഫ്റ്റാണ്. നമ്മൾ കൃപാവരങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലെങ്കിലും കർത്താവേ നിന്റെ നാമത്തിന് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ എത്ര പേര് ഉപവാസം എടുത്തിട്ടുണ്ട്? അതും ഒരു വരമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ്സ് എ ഗിഫ്റ്റ്. അവന്റെ നാമത്തിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അതൊരു ഭയങ്കര ഗിഫ്റ്റാണ്. എന്താ ആ ഗിഫ്റ്റിന്റെ പ്രത്യേകത? എനിക്ക് ഇവിടെ തന്നെ അത് സന്തോഷമാണ്. എന്തുകൊണ്ട് സന്തോഷം? കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് കാണുമ്പോൾ, ചെയ്തത് അറിയുമ്പോൾ, അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, അവന് വേണ്ടി എന്തെങ്കിലും സഹിക്കാൻ കഴിയുന്നത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. വലിയൊരു ഭാഗ്യമായിട്ട്. നമ്മൾ ഒരു ത്യാഗവും കർത്താവിന് വേണ്ടി ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല സമയത്തും ആളുകൾ എവിടെയെങ്കിലും നമ്മൾ അല്പമെങ്കിലും ഒരു കഷ്ടം അനുഭവിച്ച ഉടനെ ഒത്തിരി ത്യാഗം ബ്രദർ സഹിക്കുന്നുണ്ടല്ലേ. എന്തോന്ന് ത്യാഗം? അല്ല, ഇങ്ങനെയുള്ള യാത്രയിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ത്യാഗം. എന്തോന്ന് ത്യാഗം? CT സ്റ്റഡിനോട് ആളുകൾ പറയുമായിരുന്നു, CT സ്റ്റഡി കർത്താവിന് വേണ്ടി ഇത്രയും കഷ്ടം സഹിച്ച ഒരു മനുഷ്യൻ ആ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നാണ്ട് എനിക്കറിയത്തില്ല. അത്രയ്ക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വാസ് ഇമ്മൻസ്ലി റിച്ച്. ഈ CT സ്റ്റഡി ജനിച്ച വീടെന്ന് പറയുന്നത് 100-ലേറെ മുറികളുള്ള ഒരു കൊട്ടാരമായിരുന്നു. 100-ലേറെ മുറികളുള്ളൊരു കൊട്ടാരം. ആ സമയത്താണ് കർത്താവ് അവനോട് ചൈനയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ പറഞ്ഞത്. വെറുതെ ചൈനയ്ക്ക് പോയാൽ മാത്രം പോരാ, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് സുവിശേഷ വേലയ്ക്ക് കൊടുത്തേച്ച്, ആ കാശും കൊണ്ട് ചൈനയ്ക്ക് പോകാനല്ല, ആ കാശെല്ലാം കൊടുത്തേച്ച് ദരിദ്രനായിട്ട് ചൈനയ്ക്ക് പോകാൻ പറഞ്ഞതാണ്. അന്ന് അവൻ കല്യാണം കഴിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം കൊണ്ടുപോയി വിറ്റിട്ട് കുറച്ച് പൈസ മാറ്റി വെച്ച്, വിവാഹം കഴിച്ചിട്ട് വന്നിട്ട് ഒരു വീട് ഒന്ന് താമസിക്കണമല്ലോ, അതിന് വേണ്ടിയുള്ള കുറച്ച് പൈസ മാത്രം മാറ്റി വെച്ചിട്ട് ഈ വ്യക്തി ഭാര്യയാകാൻ പോകുന്ന സ്ത്രീയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ആണി ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. കർത്താവിനോട് പറഞ്ഞു എനിക്കുള്ളതെല്ലാം വിറ്റ് സുവിശേഷ വേലയ്ക്ക് കൊടുത്തിട്ട് പിന്നെ ഇവർ ചൈനയ്ക്ക് പോകാൻ എല്ലാം തീരുമാനം എടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചൈനയ്ക്ക് പോകാൻ. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കാതെ വസ്തുവൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ നേരം, കല്യാണം കഴിഞ്ഞ് താമസിക്കാനുള്ള ഒരു ചെറിയൊരു വീടിനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തു. എന്നോട് കർത്താവ് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാ. ഈ സ്ത്രീ ഈറ്റപ്പുലിയെ പോലൊരു ചാട്ടം. എന്നോട് ഒറ്റ അക്ഷരം മിണ്ടി പോയേക്കരുത്. ഉടനെ CT സ്റ്റഡ് പറഞ്ഞ്, ആണി ഞാൻ കർത്താവ് എന്നോട് പറഞ്ഞത് അതാ ഞാൻ ചോദിച്ചത്, കർത്താവ് നിങ്ങളോട് എന്താ പറഞ്ഞത്? ഉടനെ പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞ് നിനക്കുള്ളതെല്ലാം വിറ്റ് സുവിശേഷ വേലയ്ക്ക് കൊടുക്കാൻ. അതാ ഞാൻ ചോദിക്കുന്നത്, പിന്നെ നിങ്ങൾ എന്തിനാ വീടിനുള്ള പൈസ മാറ്റി വെച്ചത്? അതുകൂടെ കൊടുത്തിട്ട് എൻ്റെ അടുത്ത് മിണ്ടിയാ മതിയെന്ന്. അതായത് വിറ്റതിനല്ല കുറ്റം പറഞ്ഞത്. എന്താണ്? അതുകൂടെ വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞാൽ മതി, അല്ലാതെ വേറെ കാര്യമില്ല. ഈ സ്ത്രീയും
CT സ്റ്റഡും കൂടെ ചൈനയിൽ പോയി താമസിച്ച് സുവിശേഷ വേല ചെയ്തു. പക്ഷെ വേറൊരു കാര്യം, ആ സാഹചര്യത്തിൽ പോയി താമസിച്ച ആ സ്ത്രീ ഇൻവാലിഡ് ആയിപ്പോയി. അവരുടെ ആരോഗ്യം നശിച്ചു തന്നെയല്ല, ടോട്ടലി ഇൻവാലിഡ്. അവർ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത നിലയിൽ പൂർണ്ണമായിട്ടും ബെഡ് റിഡൻ ആയിപ്പോയി. സിറ്റിസണിനൊന്നും ചെയ്യാൻ വയ്യാതെ ഈ സ്ത്രീയെ കൊണ്ട് നേരെ ഇംഗ്ലണ്ടിൽ വന്നു. ഇംഗ്ലണ്ടിൽ ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ആഫ്രിക്കയെക്കുറിച്ചുള്ള വലിയ ബേർഡൻ സിറ്റിസണിനുണ്ടായി. അദ്ദേഹം അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിലെല്ലാം, ഇവർ കേംബ്രിഡ്ജിൽ പഠിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ D.L. മോഡി വന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ ആണ് ചൈനയ്ക്ക് വേണ്ടി പോകാനായിട്ട് ഈ CT സ്റ്റഡ് തീരുമാനമെടുത്തത്. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, യൂണിവേഴ്സിറ്റികളിലെല്ലാം പോയി ആഫ്രിക്കയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആളുകൾ വരാനായിട്ട് ഇൻവൈറ്റ് ചെയ്തു. ആരും വന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ മനുഷ്യൻ പറഞ്ഞു, യുവാക്കളായ നിങ്ങൾ ചൈനയ്ക്ക് പോകാൻ തയ്യാറല്ല എങ്കിൽ, വൃദ്ധനായ അയാൾ, വൃദ്ധനൊന്നും ആയില്ല, പക്ഷേ അയാളുടെ കഠിനാധ്വാനം കൊണ്ട് ശരിക്കും അയാൾ വൃദ്ധനെ പോലെ ആയിത്തീർന്നു. വൃദ്ധനായ ഞാൻ ആഫ്രിക്കയ്ക്ക് പോകും എന്ന് പറഞ്ഞു. അത് കേട്ട് ഈ ആളുകൾ ചോദിച്ചു, അപ്പം നിന്റെ ഭാര്യ എന്തോ കൊടുക്കും? അതൊരു വലിയ പ്രശ്നമാണ്. ഭാര്യയും കൊണ്ട് പോകാൻ പറ്റുമോ? പോകാൻ പറ്റത്തില്ല. ഷീ ഈസ് ടോട്ടലി ഇൻവാലിഡ്. ഒടുവിൽ ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ചോദിച്ചു, കർത്താവിനോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, എനിവേ ഐ ആം ഇൻവാലിഡ്, ഞാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളോട് കർത്താവ് പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ ആഫ്രിക്കയ്ക്ക് പോകും. ഈ മനുഷ്യൻ ഇൻവാലിഡ് ആയിട്ടുള്ള ഭാര്യയെ ഇംഗ്ലണ്ടിൽ വിട്ടേച്ച് ആഫ്രിക്കയിൽ പോയി ഒരു കുടില് കെട്ടി താമസം തുടങ്ങി. ഒരു കുടിൽ, ഞാൻ ആ കുടിലിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ജനിച്ച വീടിന്റെ ഫോട്ടോയും കണ്ടിട്ടുണ്ട്, കുടിലിന്റെ ഫോട്ടോയും കണ്ടിട്ടുണ്ട്. ഈ കുടിൽ പണിത് കഴിഞ്ഞിട്ട് ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുടിൽ കണ്ടിട്ട്, കുടിലിന് അദ്ദേഹം ഇട്ട പേരാണെന്നറിയാമോ? ബക്കിംഗ്ഹാം പാലസ്. കുടിലിനിട്ട പേര്. ആ മനുഷ്യൻ 18 വർഷം ആഫ്രിക്കയിൽ താമസിച്ചു. 18 years he was living in Africa. 18 years. ഒരിക്കൽ പോലും മടങ്ങി വരാൻ പറ്റിയില്ല. ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് ഒന്നുമില്ല. ഞാൻ വർഷത്തിൽ 4 പ്രാവശ്യം ആഫ്രിക്കയിൽ പോകുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ വർഷത്തിൽ 4 പ്രാവശ്യം പോയിട്ട് he couldn't come back. Even when his wife died, he couldn't come back. ഭാര്യ മരിച്ച സമയത്ത് പോലും വരാനായിട്ട് പറ്റിയില്ല. ആ മനുഷ്യൻ അവിടെ സുവിശേഷ വേല ചെയ്തു. ആളുകൾ അദ്ദേഹത്തോട് പറയുവാണ്, നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു ത്യാഗമാണ്. പക്ഷേ അദ്ദേഹം പറയുമായിരുന്നൊരു വാക്കുണ്ട്, when I look at the cross, anything that I do for him is not a sacrifice at all. ഞാൻ ക്രൂശിനെ നോക്കുമ്പോൾ ഞാൻ അവന് വേണ്ടി ചെയ്യുന്നത് ഒന്നും ഒരു ത്യാഗമേ അല്ല. ക്രൂശിനെ അറിയാത്തവനാണ് ത്യാഗം ചെയ്തെന്ന് വീമ്പിളക്കുന്നത്. ഇന്നിപ്പോൾ എവിടെയെങ്കിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആരെങ്കിലും പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്ന് പറയുന്ന വാക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ത്യാഗം ചെയ്യുന്നെന്നാണ് പറയുന്നത്. എന്തോന്ന് ത്യാഗം? നിങ്ങൾ പോയിരിക്കുന്ന അതേ പട്ടണത്തിൽ മലയാളികളായ ആളുകൾ, ടയർ കടക്കാരുണ്ട്. അവൻ മാസം 10,000, 2,000, 5,000, 10,000 രൂപ കിട്ടാൻ വേണ്ടി ഈ വെയിലത്തും തണുപ്പത്തും ഏതെങ്കിലും സിക്കുകാരൻ്റെ വണ്ടി കേടാകണമെന്ന് പ്രാർത്ഥിച്ച് അവിടെ കിടന്ന് പണിയെടുക്കുക. എന്തിനാണെന്നറിയാമോ? മാസം 10,000, 5,000 ഉണ്ടാക്കാൻ. എന്നിട്ടാണോ ഇറ്റേണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ അവിടെ പോയി ചൂടാ, തണുപ്പാ, അതാ ഇതാതൊക്കെ പറഞ്ഞ് വലിയ ത്യാഗം പറയുന്നത്? വെൻ യു ലുക്ക് അറ്റ് ദ ക്രോസ്, ക്രൂശിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഞാൻ അവന് വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ത്യാഗമാണെന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടാകും? അവന് വേണ്ടി ഉപദ്രവം സഹിക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അതുകൊണ്ടാണ് തിരുനാമം നിമിത്തം ഉപദ്രവം സഹിക്കാൻ കഴിഞ്ഞത് കൊണ്ട്, അപമാനം ഏൽക്കാൻ കഴിഞ്ഞത് കൊണ്ട് അത് സന്തോഷമായി എണ്ണുന്നവരായ ആളുകൾ. ഈ ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അനുഗ്രഹവചനങ്ങൾ, ശരിക്കും അതിന്റെ മലയാളം അതാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്താണ്? അനുഗ്രഹീതർ, അനുഗ്രഹീതർ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഭാഗ്യവാന്മാർ. പക്ഷേ ഭാഗ്യം എന്നതിനേക്കാൾ അനുഗ്രഹീതർ എന്നുള്ള വാക്കാണ് പ്രധാനം. ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്, അനുഗ്രഹവചനങ്ങൾ. ഈ അനുഗ്രഹവചനങ്ങളിൽ കർത്താവ് കൊണ്ടു നിർത്തിയിരിക്കുന്നത് ഇതാണ്: നിങ്ങൾ ഉപദ്രവിക്കപ്പെടും. ഒരു സംശയവും വേണ്ട. ആ ഉപദ്രവിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല കാണേണ്ടത്. എന്താണ്? സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിപ്പീൻ. ത്യാഗം സഹിക്കുന്ന ആരും ചിന്തിക്കേണ്ട കാര്യം അവൻ നമുക്ക് വേണ്ടി ചെയ്തത്. അതുകൊണ്ടാണ് ഈ സിരിസ്റ്റഡ് പറഞ്ഞ വാചകം എന്നെ ഒത്തിരി സ്വാധീനിച്ചതാണ്. വെൻ ഐ ലുക്ക് അറ്റ് ദ ക്രോസ്, എനിത്തിങ് ദാറ്റ് ഐ ഡു ഫോർ ഹിം ഇസ് നോട്ട് എ സാക്രിഫൈസ് അറ്റ് ഓൾ. ക്രൂസിലേക്ക് നോക്കുമ്പോൾ അവന് വേണ്ടി ഞാൻ ചെയ്തതൊന്നും ഒരു ത്യാഗമല്ല. എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തെങ്കിലും ഒരു ത്യാഗം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എനിക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിനോട് എനിക്ക് കാണിക്കാവുന്ന ഒരു ചെറിയ നന്ദി പ്രകടനമാണ്
വാസ്തവത്തിൽ അവന് വേണ്ടി ഞാൻ സഹിക്കുന്ന ഏത് ഉപദ്രവങ്ങളും. അപമാനിക്കപ്പെടുമ്പോൾ ഞാൻ കൂടുതൽ സന്തോഷിക്കുന്നു. കാര്യം എൻ്റെ നാഥനെ അപമാനിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ പാട്ടുകാരൻ പറഞ്ഞത് എന്താണ്? നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേര് എനിക്ക് എന്തിനായി? നമുക്കിവിടെ പേര്, ലോകത്തിന്റെ പേരിന് വേണ്ടി ഓടുന്നവരോട് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ നാഥന് ലോകം എന്താണ് കൊടുത്തത്? അതുപോലെ നിങ്ങൾക്ക് അതിനെ ഒരു അനുഗ്രഹമായിട്ട് കാണാൻ എന്താണ് കഴിയാത്തത്? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്ന നെക്സ്റ്റ് ടുമോറോ വി ആർ ഗോയിങ് ടു go to the other passages. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു തുടക്കം മാത്രം പറയുകയാണ്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് ഈ അനുഗ്രഹീത വചനങ്ങളുടെ ആദ്യത്തെ ഭാഗം നിർത്തിയിട്ട് ഉടനെ കർത്താവ് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ മലമേൽ പ്രകാശിക്കുന്ന ഒരു പട്ടണമാകുന്നു. ആരുടെ? ലോകത്തിന്റെ വെളിച്ചം, ഭൂമിയുടെ ഉപ്പ്. എങ്ങനെയുള്ള ലോകത്തിന്റെ? നിങ്ങളെ ഉപദ്രവിക്കുന്ന ലോകത്തിന്റെ ഉപ്പ്. നിങ്ങളെ വിടക്ക എന്ന് പറഞ്ഞ് നിങ്ങളെ അപമാനിക്കുന്നതായ ലോകത്തിന്റെ പ്രകാശം. നോക്ക്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബിയാറ്റിറ്റ്യൂഡ്സിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു നിർത്തിയിട്ട് ഉപദ്രവത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഒടുവിൽ പറയാണ്, എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ലോകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനല്ല നോക്കേണ്ടത്, എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലോകത്തെ എങ്ങനെയെങ്കിലും വെറുക്കുവാനല്ല നോക്കേണ്ടത്. ഈ ഉപദ്രവിക്കുന്ന ലോകത്തിൽ ഒരു ശുശ്രൂഷയുമായി നിങ്ങളായിരിക്കുകയാണ്. ആ ലോകത്തിന്റെ ഉപ്പാകുവാനായിട്ട്, ആ ലോകത്തിന്റെ പ്രകാശമാകുവാൻ, ആ ലോകത്തിന് ഒരു പട്ടണം എന്നതുപോലെ പ്രകാശം പകർന്നു കൊടുക്കാനായിട്ട് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ലോകം ഉപദ്രവിക്കുമ്പോൾ ഒരു കാരണവശാലും ലോകത്തോട് ഒരു വിരോധം വെച്ച് പുലർത്താനല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്. പ്രത്യുത ആ ലോകത്തിന് വെളിച്ചമാകുവാൻ വേണ്ടിയാണ്. കാരണം ഉപദ്രവിക്കുന്ന ഒരു ലോകത്തോട് ഉപദ്രവം കൊണ്ട് മറുപടി പറയുവാനല്ല, പ്രത്യുത ഉപദ്രവിക്കുന്നതായ ഒരു ലോകത്തോട് അവരുടെ നീഡ്സിൽ വെളിച്ചമായി, ഉപ്പായി, മലമേൽ ഇരിക്കുന്ന പട്ടണമായി അവർക്ക് വേണ്ടി ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് മുമ്പേ ലോകം നമ്മുടെ കർത്താവിനെ പകച്ചിരിക്കുന്നു. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൻ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൻ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. മോക്ഷയാത്രയാണത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ലോകമേതും യോഗ്യം അല്ലനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനും മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരിന് എന്തിനാ. നാഥനും മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരിന് എന്തിനാ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ